നമ്മുടെ വർക്ക് പ്ലേസിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടായിരിക്കും. സോ ഒരു കമ്പനി പൊളിറ്റിക്സ്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, ആ ഒരു പ്രൊഫഷണൽ സ്പേസിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സോ അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് ഒരു വർക്ക് പ്ലേസ് ലീഗൽ ഡ്രാമ എന്ന് പറയുന്ന ജേണലിൽ വരുന്ന ഒരു സീരീസാണ് ബിയോണ്ട് ദ ബാർ എന്ന് പറയുന്ന ഈ ഒരു കൊറിയൻ സീരീസ്. ഈ ഒരു കൊറിയൻ സീരീസ് വർക്കൗട്ട് ആവാൻ കാരണം ഇത് കുറച്ച് കൂടുതൽ റിലേറ്റബിൾ ആണ്. ഓരോ കേസും ഓരോ എപ്പിസോഡായിട്ട് തരുന്ന ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഒരു സൈഡിൽ, ഇവരുടെ പ്രൊഫഷണൽ ലൈഫിൽ, ഇവരുടെ പ്രൊഫഷണൽ സ്പേസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറൊരു സൈഡിൽ, ഇവരുടെ പേഴ്സണൽ ലൈഫ്, ഇവരുടെ ഫാമിലി ലൈഫ്, ഇവരുടെ മാരേജ് ലൈഫ് അത് വേറൊരു സൈഡിൽ. സോ അങ്ങനെ പല പല സംഘർഷങ്ങളിൽ കൂടി പോകുന്ന ക്യാരക്ടേഴ്സിനെയാണ് ഇവിടെ ഈ ഒരു ഡയറക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് സൈഡ് നല്ല സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ പ്രത്യേകത. 5-ാമത്തെയും 6-ാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ ആഴ്ച റിലീസായത്. അതിന്റെ റിവ്യൂ ആണത്. 7-ാമത്തെ എപ്പിസോഡിൽ ഒരു പെയിന്റിംഗ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളൊരു കഥയും, അതിൻ്റെ കൂടെ 6-ാമത്തെ എപ്പിസോഡിൽ ഒരു പെൺകുട്ടി ഒരു COS സൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡും വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുമായിരുന്നു 5-ാമത്തേത്. പക്ഷെ 6-ാമത്തേതിലേക്ക് വരുമ്പോൾ അത്ര എൻഗേജിങ് ആവാതെ പോകുന്നത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. പക്ഷെ എന്നാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.